ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണ് കാന്താര ചാപ്റ്റർ 1 ഋഷഭ് ഷെട്ടിയുടെ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസ് ഇപ്പോൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെയാണ് പെൻസിൽ ഔട്ട്ലൈന്, അതുപോലെ അതിൻ്റെ ഓരോ ഘട്ടത്തിൽ വരുന്ന ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് ചെയ്തത്. ഇതിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് തന്നെ ചെയ്തു കൊണ്ടുവരികയാണ് ചെയ്തത്. ആദ്യം ഔട്ട്ലൈന് ചെയ്തു, അതിനുശേഷം അതിൻ്റെ ഷെയ്ഡിങ് ലെവലിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ കണ്ണ് വരക്കുന്ന പ്രോസസ്സിംഗ് ആണ്. ചാർക്കോളിൽ സോഫ്റ്റ് പെൻസിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റെഡ്ലറിൻ്റെ ബ്ലാക്ക് പെൻസിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലെൻഡിങ്ങിനായിട്ട് ബ്രഷും യൂസ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ ഒരു ഷെയ്ഡിങ് പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എറേസർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ മാക്സിമം കൂട്ടാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു ഡ്രോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാക്സിമം പെർഫെക്ഷൻ കൊണ്ടുവരാമെന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും അതേ പെർഫെക്ഷൻ എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് മാക്സിമം ടൈം എടുത്തിട്ട് തന്നെ ചെയ്തത്. ഓരോ പോർഷൻ, ഇപ്പോൾ ഒരു കണ്ണിൻ്റെ ഫസ്റ്റ് ലെവലിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ലെവലിലേക്ക് തുടങ്ങി, അതിനുശേഷം ഫേസിൽ വരുന്ന ഓരോ പാർട്സ് അതിൻ്റെ നോസിലേക്ക് കയറിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഹെയർ കാര്യങ്ങളൊക്കെ വരുന്ന, അതുപോലെ തന്നെ ലിപ്പ് പോർഷനൊക്കെ, ഇതൊക്കെ മാക്സിമം ടൈം എടുത്തിട്ട് തന്നെ ചെയ്തതാണ്. പക്ഷേ ഈ ഒരു വീഡിയോ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുകയാണെങ്കിൽ അത് പെട്ടെന്ന് പോകുന്നുണ്ട്. ഹെയറിൻ്റെ ഭാഗം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാർക്ക് വരുന്ന സൈഡിൽ കുറച്ചുകൂടി ഡാർക്ക്നെസ് കൂട്ടിക്കൊണ്ട് ലൈറ്റ് വരുന്നതിലേക്ക് ലൈറ്റ് ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. ഈ ഒരു ഫേസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ ഒരു ഫേസിൽ തന്നെ ഒരു ബ്ലഡ് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു വർക്കിൻ്റെ മെയിൻ പ്രോസസ്സ്. ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രാഫൈറ്റ് പെൻസിലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ഷെയ്ഡിങ് നമുക്കൊരു ലൈറ്റിൽ വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഷെയ്ഡിങ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ചാർക്കോളിലാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വർക്കിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തു വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹെയർ ഫേസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഡയറക്റ്റ് പിന്നെ അതിന് ശേഷം ബോഡി പാർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും കുറച്ച് ബ്ലഡ് ഷെയ്നിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതും കൂടി കൊടുത്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ താഴെയിട്ടൊരു കാന്താര എന്ന് പറഞ്ഞിട്ടൊരു പേര് കൂടി, ആ ഒരു സിനിമയുടെ ടൈറ്റിലും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫിനിഷിങ് കൂടി ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിലേക്ക് കയറി അവിടെ കുറച്ചും കൂടി ഡാർക്ക്നെസ് കൊടുത്തു. ആദ്യം ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്, പിന്നെ അതിനുശേഷം ബ്രഷ് യൂസ് ചെയ്തു. അതിനുശേഷം പെൻസിൽ എറേസർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തു. ലാസ്റ്റ് പോർഷൻ കണ്ണിന് ഒരു യെല്ലോ കളറും കൂടി കൊടുത്തു. അപ്പോൾ ഇതാണ് ടോട്ടൽ ഔട്ട്. ഓക്കെ, ടോട്ടൽ ചെയ്തതിന് ശേഷമുള്ള ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.